പുണ്യഭൂമിയായ അയോധ്യയുടെ ആത്മീയ പവിത്രതയെയും കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള കോൺഗ്രസ് നടപടി വിവാദത്തിൽ. അയോധ്യയിൽ UP കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റോയ്ക്ക് നൽകിയ സ്വീകരണ പരിപാടിക്കിടെ സംഘടിപ്പിച്ച മത്സ്യവിരുന്നാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. വിശുദ്ധമായ ശ്രാവണ മാസത്തിലെ മത്സ്യവിരുന്നിനെതിരെ BJPയും ഹൈന്ദവ സംഘടനകളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രന്റെ ജന്മഭൂമിയായ അയോധ്യയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച മത്സ്യവിരുന്ന് ഭക്തജന മനസ്സുകളിൽ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പുണ്യമാസമായ ശ്രാവണത്തിൽ രാജ്യമെമ്പാടുമുള്ള സനാതനധർമ്മ വിശ്വാസികൾ വ്രതാനുഷ്ഠാനങ്ങളും രുദ്രാഭിഷേകത്തിലും മുഴുകിയിരിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ ഇത്തരം നീക്കം. UP കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ വിരുന്ന്. കോൺഗ്രസിന്റെ ഈ നടപടി തികച്ചും ദൗർഭാഗ്യകരവും വിശ്വാസത്തോടുള്ള പരസ്യമായ അനാദരവുമാണെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുറന്നടിച്ചു. ഭക്തരുടെ ആത്മീയ വികാരങ്ങൾ കോൺഗ്രസ് നിരന്തരം നിന്ദിക്കുകയാണെന്നും അയോധ്യയോടും സനാതന സംസ്കാരത്തോടും കോൺഗ്രസ് നേതാക്കൾ പുലർത്തുന്ന വിരുദ്ധ മനോഭാവമാണ് ഇതിലൂടെ വീണ്ടും പുറത്തു വരുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. बेशर्मी की भी एक सीमा होती। किसने कहा था फिर मंदिर जाने? अरे जो खाना था बाहर खा लेते, अयोध्या के बाहर खा लेते, लेकिन उनके कार्यालय में ये है इनका दोहरा आचरण है। गिरगिट भी शर्मा जाता है इन लोगों के सामने, तो वो भी शर्मा जाता होगा कि मनुष्य के रूप में हमारी कौन सी ऐसी प्रजाति हो गई है कि जो वहां मंदिर में राम राम चिल्ला रहे हैं, बजरंग बली के सामने दंडवत होने का ढोंग कर रहे हैं, लेकिन बाहर जाकर के मछली की दावत उड़ा रहे हैं. പുണ്യനഗരിയായ അയോധ്യയുടെ അന്തരീക്ഷത്തെയും ശ്രാവണ മാസത്തിലെ ഭക്തി നിർഭരമായ ചടങ്ങുകളെയും അപമാനിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഹൈന്ദവ സംഘടനകൾ. രാഷ്ട്രീയ ലാഭത്തിനായി സനാതനധർമ്മ മൂല്യങ്ങളെ കോൺഗ്രസ് തുടർച്ചയായി നിസ്സാരവൽക്കരിക്കുകയാണെന്ന് ഹൈന്ദവ സംഘടനാ നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. കോൺഗ്രസ് മാപ്പു പറയണമെന്ന ആവശ്യവുമായി ഉത്തർപ്രദേശിലുടനീളം പ്രതിഷേധം കടുപ്പിക്കാനാണ് BJPയുടെ തീരുമാനം. വിശ്വാസികളെ മുറിവേൽപ്പിച്ച കോൺഗ്രസ് നിലപാടിനെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജനം, ഡൽഹി.